ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ച് നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 1 മണിക്കൂർ കൊണ്ട് നല്ല ടേസ്റ്റോട് കൂടിയുള്ള നല്ല സോഫ്റ്റോട് കൂടിയുള്ള പാലപ്പം എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ 3 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നൈസായിട്ടുള്ള ഏത് അരിപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏത് പാത്രത്തിലാണ് അളവ് ബാക്കി എല്ലാ പാത്രത്തിൽ തന്നെ എടുക്കാൻ നോക്കണം. ഇനി ഒരു 1/4 കപ്പ് പൊടി നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടി മാറ്റി വെക്കാം. 3 ഗ്ലാസ് അരിപ്പൊടിക്ക് ഞാൻ 1/4 ഗ്ലാസ് അരിപ്പൊടിയാണ് കപ്പി കാച്ചാൻ വേണ്ടി എടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ വെള്ളമാണെങ്കിൽ എടുക്കാം. ആദ്യം നമുക്ക് 1 ഗ്ലാസ് തേങ്ങാവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ആവശ്യാനുസരണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ തേങ്ങാവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആവശ്യാനുസരണം തേങ്ങാവെള്ളമോ സാധാ വെള്ളമോ ഒഴിച്ച് കൊടുത്ത് പൊടി മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് തേങ്ങാവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല കരിക്കിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ അതിലേക്കൊരു 1/2 ഗ്ലാസ് തേങ്ങാവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 2.5 ഗ്ലാസ് തേങ്ങാവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനവരെ 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലതുപോലെ നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമ്മളിത് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നൊന്നുമില്ല. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു മിക്സർ ജാറിലേക്ക് നമ്മൾ ഇളം കരിക്കിൻ്റെ കാമ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് പകരം 1.5 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുത്ത ശേഷം ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്പൂണിൻ്റെ അളവിലാണ്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ട അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് നമ്മുടെ പാലപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവില 2 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളിത് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള കപ്പി കാച്ചിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 3/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പം 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വെള്ളം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി. നമ്മൾ തീ കൂട്ടി കൊടുക്കരുത്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കുറുക്കിയെടുത്തിട്ട് വരാം. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റോട് കൂടി നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് പാലപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതുപോലെ ഇച്ചിരി കട്ട പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അടിച്ചെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിവശം കരിഞ്ഞു പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുപോലെ നല്ലതുപോലെ നമുക്കൊന്ന് കൈവിടാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു മിക്സ് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതങ്ങോട്ട് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടിയുടെ മിക്സ് ഒരു പാത്രത്തിലേക്ക്, നമ്മൾ ഏത് പാത്രത്തിലാണോ അത് വെക്കുന്നത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കൊരു പാത്രം ഒന്ന് കഴിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇളം ചൂടോടുകൂടി നമ്മൾ കപ്പി കാച്ചിയതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ആ പാത്രം കഴുകിയ നമ്മുടെ അരിമാവിരുന്ന പാത്രം കഴുകിയ വെള്ളം കൂടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാവിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ ജാർ കഴുകി 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ള വെള്ളം വേണ്ട അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ 1 മണിക്കൂർ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ഒരു ചരുവത്തിൽ ചൂടുവെള്ളം വെച്ച് കൊടുത്ത ശേഷം മാവ് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും മാവ് നല്ല സെറ്റായിട്ട് വന്നോളൂ. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. നമ്മളിത് തലേ ദിവസം രാത്രിയിലാണ് മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ ആയ ശേഷം മാവൊക്കെ നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെയാണ് അപ്പം ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ആകുമ്പോൾ നേരം വെളുത്തൊക്കെ എഴുന്നേറ്റ് ഇത്രയും കഷ്ടപ്പെടേണ്ട. അതുകൊണ്ട് തലേ ദിവസം നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മാവൊക്കെ പൊന്തി വന്ന ശേഷം ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ള മാവാണ്. നല്ല സോപ്പ് പോലെ നല്ല പഞ്ഞി പോലത്തെ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവിട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. ഒരുപാട് ഇളക്കി എടുക്കരുത്, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാകും. ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള പാലപ്പം റെഡിയായി കിട്ടും. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിനൊരു പാലപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം പാലപ്പം ചുട്ടെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പം പാലപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ നല്ല മൊരിഞ്ഞ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചുറ്റും നല്ലതായിട്ട് മൊരിയിച്ചാണ് എടുക്കുന്നത്. അതാണ് ഞങ്ങൾക്കിവിടെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് മൊരിയിച്ചെടുക്കാണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പാലപ്പം ഒന്ന് വെന്ത് കഴിയുമ്പോൾ എടുത്താൽ മതിയാകും. ഇതുപോലെ എല്ലാ പാലപ്പം നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. 1 മണിക്കൂർ മതി. വളരെ സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാത്ത നല്ല പാലപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പാലപ്പം എല്ലാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ പാലപ്പമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇഷ്ടമാകും. നമുക്കിത് കിഴങ്ങാരുടെയും ചിക്കൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടിഷ്യൂ പേപ്പർ പോലത്തെ നമ്മുടെ പാലപ്പം അടിപൊളിയാണ്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്കിച്ചൂസ് കറി വേൾഡ്. ബൈ.